Good morning, everyone. Thank you so much for joining. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും റെഡിയാണോ? ആർ യു ഓക്കെ? ഹൗ ആർ യു ഡൂയിങ്? ശരത്, ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന്റെ അപ്ഡേറ്റ്സ് എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഹൗ ആർ യു ഫീലിംഗ് നൗ? എങ്ങനെയുണ്ട്? ഷാറല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? ഗുഡ് മോർണിംഗ്. ഓക്കെ, thank you so much. Yes, very good, very good. Feel fine, happy. Very good, fantastic. അപ്പൊ ഇനി നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. എന്താണ് പുതിയ മിറക്കിൾസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇസ് ദർ എനി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ? ഇതുവരെ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ ആയിക്കോട്ടെ, കോഴ്സിൽ പങ്കെടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ, പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മിറക്കിൾസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇനി ഇതല്ല, നമുക്ക് സെഷനിലേക്ക് കറക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സെലീന പറഞ്ഞോളൂ. ഹലോ, എന്തെങ്കിലും മിറക്കിൾസ് എന്തെങ്കിലും നല്ലത് ഷെയർ ചെയ്യാനുണ്ടോ? ഹാപ്പി ന്യൂസ് ഉണ്ടോ? വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. കേൾക്കുന്നില്ല ഷെലീന, എന്താ പറഞ്ഞത്? ഒരു ജോലിയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് സർ. ഒരു ജോലി ശരിയായി വന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ, ഐ എം സോ ഹാപ്പി ഫോർ യു. ഓക്കെ, താങ്കൾ ആഗ്രഹിച്ചതുപോലുള്ള, താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി തന്നെയാണോ? അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അത് സാറ്റർഡേ ആണ് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൺഡേ ആണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സെയിം തന്നെയാണ്, ഹെഡായിട്ട് തന്നെ, ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് തന്നെയാണ്. സോ കൺഗ്രാറ്റുലേഷൻ, ഐ എം സോ ഹാപ്പി. സോ ഡോണ്ട് വറി. അപ്പം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാറില്ല? ഇന്ന് പ്രാക്ടീസ് ചെയ്തതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പറഞ്ഞ എല്ലാ പ്രാക്ടീസും ചെയ്യാറുണ്ട്. എല്ലാ പ്രാക്ടീസും ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്താണ് ഫീലിംഗ്, എന്താണ്? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം സ്റ്റക്കായി പോയി, ജോലി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ഒരു വല്ലാത്ത സഫക്കേഷൻ ഫീലിംഗ് ആണോ, അതല്ല ഒരു പ്രതീക്ഷയുടെ ഫീലിംഗ് ആണോ ഉള്ളത്? അയ്യോ, ഇനി അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എല്ലാം നേടാൻ പറ്റും സർ. പ്രാക്ടീസ് മുടങ്ങരുത്, യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ മുടങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ചലഞ്ചസ് വരുന്ന നമുക്ക് നല്ലതിന്, നമ്മളേനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ ആൻഡ് ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്നത്തെ സെഷൻ നമ്മൾ സംസാരിക്കുന്നത് പർപ്പസ്ഫുൾ ലൈഫ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. എന്താണ് പർപ്പസ്ഫുൾ ലൈഫ്? ഓക്കെ, പർപ്പസ്ഫുൾ ലൈഫ് എല്ലാവരും പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. ഓക്കെ, പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരും. ബി ഹിയർ ഇൻ വീഡിയോ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, നിങ്ങൾ വീഡിയോയിൽ വരുമ്പോഴാണ് എന്താ വെച്ചാൽ നമുക്കും ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വന്നൂടെ? എല്ലാ ആൾക്കാരും ആരും വീഡിയോയിൽ വരാതിരിക്കുന്നതിന്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾ വീഡിയോയിൽ വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പർപ്പസ്ഫുൾ ലൈഫ്, ഇതാണ് ടോപ്പിക്. എന്താണ് പർപ്പസ്ഫുൾ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? പർപ്പസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു അർത്ഥവത്തായ ജീവിതം, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ്, നമുക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന, വല്ലാത്ത സമാധാനം നൽകുന്ന, വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒരു ലൈഫ്. ആ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ. സോ റെഡി? ലെറ്റ്സ് ബിഗിൻ. സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പർപ്പസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ്, നമ്മൾ ആ പർപ്പസ്ഫുൾ ലൈഫ് നമ്മൾ നയിക്കുന്നതിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ജീവിക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ലൈഫ് മാസ്റ്ററി. എന്താണ് ലൈഫ് മാസ്റ്ററിയാണ്? എന്താ ലൈഫ് മാസ്റ്ററി? ജീവിതത്തിൽ മാസ്റ്ററി നേടുക. മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു മേഖലയിൽ അഗ്രഗണ്യനാവുക എന്നുള്ളത്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരാൾക്ക് സംഭവിക്കുന്നത്? അയാളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും, എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ഒരു മാസ്റ്ററി, അഗ്രഗണ്യനാവാൻ കഴിയുന്ന, അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലകളിൽ, അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്ന ഉത്തരവാദിത്ത മേഖല, ഓരോ കാര്യങ്ങളിലും അദ്ദേഹം എന്തായിരിക്കണം? നല്ല കഴിവുള്ള, അഗ്രഗണ്യനായിട്ടുള്ള ഒരാൾ.
അപ്പോ ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് അവർ സെൽസ് ടു എക്സ്പ്രസ് അവർ ബെസ്റ്റ് സെൽഫ്. നമ്മളുടെ ബെസ്റ്റ് സെൽഫിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്ന ഒരവസ്ഥ. ആ ലെവലിൽ നമ്മളുടെ കഴിവുകളെയും നമ്മളെയും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ലിവ് അറ്റ് ഫുള്ളസ്റ്റ് ലെവൽ. അതിന്റെ മാക്സിമം ലെവലിൽ ജീവിക്കുകയും ചെയ്യും. അതിന്റെ മാക്സിമം പോസിബിലിറ്റിയിൽ ജീവിക്കാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ എന്താ വെച്ചാൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് ആയി വരുന്ന കഴിവുകളുണ്ട്. നമ്മുടെ സ്വഭാവമായിക്കോട്ടെ, നമ്മുടെ കഴിവുകളായിക്കോട്ടെ, നമ്മുടെ ശീലങ്ങളായിക്കോട്ടെ, നമ്മുടെ വാല്യൂസ് ആയിക്കോട്ടെ, മൂല്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ബിലീഫ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഒന്നുകൂടെ നന്നാക്കാൻ പറ്റും. ഒന്നുകൂടെ ഉഷാറാക്കാൻ പറ്റും. പുതിയ ശീലങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒന്നുകൂടി അതൊന്ന് ഉഷാറാക്കി കൊണ്ടുവരും. എപ്പോഴും ഇംപ്രൂവ്മെന്റിന്റെ മലയാളം വേർഡ് എന്താ? അല്ലെ, ഒരു ചെറിയൊരു പുരോഗതി കൊണ്ടുവരിക. അല്ലെ, ഒരു ഇംപ്രൂവ്മെന്റിന്റെ കറക്റ്റ് വേർഡ് എന്താ? എനിക്കിപ്പോ അത് കിട്ടുന്നില്ല. ഇംപ്രൂവ്മെന്റ് എന്താ കറക്റ്റ് വേർഡ് എന്ന് പറയാമോ? അറിയാവുന്നവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. നന്നാക്കുക. അതെ, നന്നാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കറക്റ്റ് വേർഡ്. പരിവർത്തനം, ഇംപ്രൂവ്മെന്റ്, അപ്ഡേഷൻ. യെസ്, അത് ഇംഗ്ലീഷാണ് സൗദ. ഓക്കെ, ഞാൻ മലയാളം വേർഡ് ഉദ്ദേശിക്കുന്നത്. ഇംപ്രൂവ്മെന്റ്. ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തുക. അതെ, മെച്ചപ്പെടുത്തുക. വെരി ഗുഡ്. മെച്ചപ്പെടുത്തുക, ഒന്നുകൂടെ മികച്ചതാക്കുക. അല്ലെ, ഒന്നുകൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ പുരോഗതി. അതിലൊന്നുകൂടെ എന്താ വെച്ചാൽ പുരോഗതി ഉണ്ടാവുക, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടാവുക, ഒന്നുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരിക, അപ്ഡേറ്റ് ചെയ്യുക. നമ്മളുടെ സ്കില്ലായിക്കോട്ടെ, കഴിവുകളായിക്കോട്ടെ, അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ബ്ലോക്കുകൾ മൂലം, ട്രോമ മൂലം നമുക്കൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ ആ പർപ്പസ് എന്താണ്, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വി ആർ ഹിയർ ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്, എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾക്ക് ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമുക്ക് മാത്രം തന്നിരിക്കുന്നത്, നമ്മളൊരു ആടോ കോഴിയോ പോത്തോ ഒന്നും അല്ല. നമ്മൾ എന്താണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നല്ല അറിവുകൾ തന്നിട്ടുണ്ട്. നമുക്ക് മാത്രം തന്നിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇന്റലിജൻസ്. ഇത്രയും നല്ല രീതിയിൽ അത് ഇംപ്രൂവ് ചെയ്ത്, അത് ഉപയോഗിച്ച് ഈ ലോകത്ത് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ചുറ്റുപാടുകളിൽ, നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരിൽ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം എളുപ്പമാക്കാനും കൂടി സഹായിക്കുന്ന തരത്തിലുള്ള, നമ്മളുടെ ലൈഫ് അർത്ഥവത്താകുന്നത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കൂടി ലഭിക്കുമ്പോഴാണ്. അത് നമ്മുടെ ശീലങ്ങൾ നന്നാക്കുന്നതിലൂടെ, നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതിലൂടെ, നമ്മളുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ ഈ ലോകത്തിന്, ഈ സമൂഹത്തിന്, നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് ബെറ്റർ ആവാൻ അത് സഹായിക്കും. അങ്ങനെയുള്ള ജീവിതമാണെന്ന് വെച്ചാൽ അർത്ഥവത്തായ ജീവിതം, പർപ്പസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. പർപ്പസ് ഓറിയന്റഡ് ആയിട്ട്, അതായത് ഉദ്ദേശശുദ്ധിയോടുകൂടി എന്തിനിവിടെ ജനിച്ചു വീണു നമുക്ക്. അപ്പൊ നമ്മളുടെ സ്കില്ല് നമുക്ക് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ അറിവ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവുകൾ എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വഭാവം എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മളുടെ ഇംപ്രൂവ് ചെയ്ത് അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ കഴിവുകളൊക്കെ, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ഇംപ്രൂവ്മെന്റ്സ് വരാതെ സ്റ്റക്കായി നിൽക്കുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ മൂലം നമുക്കതൊന്നും പുറത്തെടുക്കാൻ കഴിയാതെ നമ്മൾ സ്റ്റക്കായിരിക്കും. അപ്പൊ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമ്മൾ നയിക്കുന്നിടത്ത് നമുക്ക് വേണ്ടത് ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോസസ്സ്. ജീവിതത്തിലെ ഓരോ മേഖലകളും, അത് നല്ല ആരോഗ്യം, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരിക്കാം, നമ്മുടെ സാമ്പത്തികത്തിന്റെ കാര്യത്തിലായിരിക്കാം,
നമ്മളുടെ കുടുംബപരമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം, നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം, ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം, നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കാം. എല്ലാ മേഖലകളിലും നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങളുള്ള, റോളുകളുള്ള, റിസൾട്ട് കൊണ്ടുവരേണ്ട ആ മേഖലകളിലെല്ലാം ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക, പുരോഗതി കൊണ്ടുവരിക, അതൊന്നുകൂടെ മികച്ചതാക്കുക, പരിശ്രമങ്ങൾ തുടരുക. അവിടെ നമ്മൾ അത് ഒന്നുകൂടെ ഉഷാറാവണം. അങ്ങനെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ നമ്മളിലേക്ക് എന്താകുന്നത്, തിരയുന്നത്, നമ്മളെ കണ്ടെത്തുന്നത്. ആ യഥാർത്ഥ നമ്മളെ ബെറ്റർ ആയിട്ടുള്ള നമ്മളെ പുറത്തേക്ക് എടുക്കാൻ കഴിയും. അത് തന്നെ ഒരു വല്ലാത്ത രസമുള്ള, ഒരു എൻജോയ്മെന്റ് ഉള്ള, വല്ലാത്ത ഹാപ്പിനെസ് നൽകുന്ന, നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യണം, പുതിയ തീരുമാനങ്ങൾ എടുത്ത് പുതിയ രീതിയിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. ബെറ്ററാക്കി കൂടുതൽ ക്ഷമയുള്ള, കൂടുതൽ പക്വതയുള്ള, കൂടുതൽ ശാന്തത കൈവരിച്ചിട്ടുള്ള, കൂടുതൽ ആത്മീയപരമായിട്ട് ഉയർന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ അപ്പോഴാണ് നമുക്കൊന്ന് മീനിങ് ഫുൾ. നമ്മൾ ഇന്നലെയുള്ളതിനെക്കാട്ടിലും ബെറ്റർ ആണ്, ഇന്നലെയുള്ളതിനെക്കാട്ടിലും മികച്ചതാണ്, ഉഷാറാണ്, ഒന്നുകൂടെ നല്ല രീതിയിലാണ്, കൂടുതൽ ക്ഷമയുണ്ട്, കൂടുതൽ അടുക്കും ചിട്ടയുണ്ട്, കൂടുതൽ പക്വതയുണ്ട്, കൂടുതൽ. അപ്പൊ അങ്ങനെ നമുക്കെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് നമ്മളെന്ന് വെച്ചാൽ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫിന് വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. എസ്വർണം, വല്ലാത്തൊരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യും. എസ്വർണം അത് ഓരോ മേഖലകളിലും കൊണ്ടുവരാൻ ശ്രമിക്കും. പ്രയാസമാണ്, അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആഗ്രഹങ്ങൾ കൊടുക്കുക, ഉദ്ദേശം നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, ഉദ്ദേശം നമ്മൾ കൊടുക്കുക. ഉദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് ആ പരിശ്രമം അതിലേക്ക് വന്ന് നല്ല രീതിയിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മാറും. നമ്മുടെ തൊഴിൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഏത് മേഖലയിലാണെങ്കിലും ശരി, നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമം തുടരുക, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, അതിനു വേണ്ടിയിട്ട് ഈ പ്രപഞ്ച ശക്തിയെ കൂട്ടുപിടിക്കുക. ദൈവം എന്ന് വിളിക്കുന്ന, അല്ലെ, മതവിശ്വാസികൾ ദൈവം എന്ന് വിളിക്കും, മറ്റു ചിലർ എന്ത് ചെയ്യും, എനർജി എന്ന് വിളിക്കും, മറ്റു ചിലർ എന്ത് ചെയ്യും, വൈബ് എന്ന് വിളിക്കും, അങ്ങനെ പല ആൾക്കാർക്ക് പല പേരിട്ട് വിളിക്കുന്ന, പല മതങ്ങളിലും പല കാഴ്ചപ്പാടുകളിലും വിളിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അപാരമായ ഒരു രഹസ്യമുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിലെ കൂട്ടുപിടിച്ച് ആ ശക്തിയോട് ചോദിക്കുക, കണക്ട് ചെയ്യുക. കോസ്മിക് എനർജി എന്ന് പറയും, യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറയും. ആ ശക്തിയുമായിട്ട് എന്താ വെച്ചാൽ കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ നിന്നിട്ട് ആ എനർജിയുടെ അപാരമായ സാധ്യതകൾ ഉപയോഗിച്ച് അതിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യും. നമ്മളോട് പറയും, അതിരാവിലെ എണീറ്റിട്ട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കുക. നമ്മൾക്ക് വേണ്ട ഒരു എന്താ പറയുക, ബ്ലെസ്സിങ്സ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പറയുക. എന്നിട്ട് എന്താ വെച്ചാൽ ചോദിക്കുക, എനിക്ക് എൻ്റെ ലൈഫ് ഓരോ ദിവസവും പീസ്ഫുൾ ആവാനും ഓരോ ദിവസവും ബെറ്റർ ആകാനും വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക, സെൽഫ് ടോക്ക് നടത്തുക, അഫർമേഷൻസ് എഴുതുക. യൂണിവേഴ്സൽ മൈൻഡുമായിട്ട്, പ്രപഞ്ചനാഥനുമായിട്ട്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയി നിന്നുകൊണ്ട്, നമ്മളെ മനസ്സിൽ ഹംബിൾനെസ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും ചോദിക്കും, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകൾ പുറത്തെടുക്കാനുള്ള അവസരം നൽകണമേ, അവസരം നൽകണമേ. ആ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ആ ബ്ലെസ്സിങ്സ് നൽകിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് എത്തിച്ചു നൽകുന്നു. ആ ദയക്ക്, ആ കാരുണ്യത്തിന് താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ നമുക്ക് ഞാൻ എത്ര വിജയിച്ചു കഴിഞ്ഞാലും, ആ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ വിനയത്തോടു കൂടി പെരുമാറാനുള്ള മനസ്സ്, പക്വതയോടുകൂടി പെരുമാറാനുള്ള മനസ്സെനിക്ക്. അതേപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ജോലി, ആ ജോലി വളരെ ആത്മാർത്ഥമായിട്ട്, പാഷനോടുകൂടി, ഇഷ്ടത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ, എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ, സ്നേഹത്തോടുകൂടി ചെയ്യാൻ, അതിൽ കുറച്ചുകൂടെ സ്നേഹത്തിന്റെ മേമ്പൊടി ചേർത്തിട്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് എനിക്ക് കണ്ണുതിരിയാൻ, എനിക്ക് അതിനോടൊരു ഇഷ്ടക്കേട്, അതിനോട് റെസിസ്റ്റൻസ് വെക്കാതെ, അതൊന്നും ഞാൻ ചെയ്യേണ്ടതാണ്, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതിൽ നിന്ന് എനിക്ക് ഒളിച്ചോട്ടമില്ല, ഐ ആം റെഡി ടു ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന വളരെ പോസിറ്റീവായ രീതിയിൽ ആ ചാലഞ്ചുകളെ, ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു സമർപ്പണ മനോഭാവം, ഒരു ഇഷ്ടത്തിന്റെ മനോഭാവം, ഒരു സ്നേഹത്തിന്റെ മനോഭാവത്തിലൂടെ നമ്മൾ ജോലികൾ ഏറ്റെടുക്കുമ്പോൾ
അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷമുണ്ട്. യെസ്, ആ സന്തോഷത്തിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ വേണ്ടി ഒരു ദിവസം ആരംഭിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സോ കാരണം നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റൂ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് റെസിസ്റ്റ് ചെയ്യാം. എന്താ വേണ്ടത്? അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാം. റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടുതൽ ദുഃഖം, കൂടുതൽ നെഗറ്റീവ് എനർജി, കൂടുതൽ പ്രയാസം, കൂടുതൽ ബുദ്ധിമുട്ട്. എസ് ഓർ നോ? അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ്. കൂടുതൽ സ്ട്രെസ് ആവുകയുള്ളൂ, കൂടുതൽ ദുഃഖം ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ പ്രയാസം ഉണ്ടാവുകയുള്ളൂ. എസ് ഓർ നോ? ഞാൻ പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ. AG എന്ന് കമന്റ് ചെയ്യുക, അഗ്രി എന്നുള്ളതിന് AG. ജസ്റ്റ് കമന്റ് ഡൗൺ AG. ജസ്റ്റ് കമന്റ് ഡൗൺ AG. എവ്രിവൺ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യും AG. നമ്മുടെ ലൈഫിൽ നമുക്കെന്ത് വെച്ചാൽ പെർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം മനസ്സിലാകുന്നത്. ആ ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അക്സെപ്റ്റ് ചെയ്യാം. എന്തായാലും രാവിലെ എണീറ്റിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അല്ലേ? എന്തൊക്കെയുള്ളത്? നമുക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെയായിരിക്കും അത്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ചിലപ്പോ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ താല്പര്യം കുറവായിരിക്കും ചിലർക്ക്. മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യം കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുളിക്കുക, ഫ്രഷ് ആവുക, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്തുക, ജോലിക്ക് പോവുക, ജോലി ചെയ്യുക. ഇതൊന്നും നമുക്ക് ഇഷ്ടമില്ലാതെ ആയിരിക്കും. ചിലപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടാവും, ചില താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. പക്ഷെ നമുക്ക് ചെയ്തേ പറ്റൂ. ഉത്തരവാദിത്തങ്ങളാണ്, എന്തായാലും നമ്മൾ ചെയ്തേ പറ്റൂ. ജോലി നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ക്ലീനിങ് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റുമോ? ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തു വരും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റൻസ് വേണം. അതിനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദുഃഖം ഉണ്ടാവുകയുള്ളൂ, പ്രയാസം ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഇതുകൊണ്ടല്ലേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാത്തത്? ഇതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ എന്ത് വെച്ചാൽ അത് പൂർത്തിയാക്കാൻ കഴിയാത്തത്? അതിനോട് ഇപ്പോഴും ഒരു ഇഷ്ടക്കേടില്ലേ? എനിക്കത് ഇഷ്ടമില്ല, എനിക്ക് താല്പര്യമില്ല. ബട്ട് അക്സെപ്റ്റ് ഇറ്റ്. കാരണം അതിൽ നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതിന്റെ കണക്കുകൾ നോക്കിയേ പറ്റൂ, ആ കാര്യങ്ങൾ നിയന്ത്രിച്ചേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ജീവിതം കയ്യിൽ നിന്ന് പോകും, അറിയാം. നിങ്ങളുടെ മക്കളുടെ പല കാര്യങ്ങളും, അവരെ പഠിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സംഗതികൾ പലതും താല്പര്യമില്ല, ഇഷ്ടമില്ല, ഉത്തരവാദിത്തങ്ങളാണ്, ചെയ്തേ പറ്റൂ. ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ താല്പര്യക്കുറവുണ്ടാകാം, പക്ഷേ അവിടെയാണ് എന്ത് പർപ്പസ്ഫുൾ ലൈഫ് വരുന്നത്. അവിടെയാണ് എന്ത് വെച്ചാൽ നമുക്ക് ആ മീനിങ് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. യു ഷുഡ് ലവ് ഇറ്റ് ഈവൻ ദോ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. സ്റ്റാർട്ട് ലവിങ് ഈവൻ വെൻ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. മനസ്സിലാവുണ്ടോ? ഡു ഇറ്റ് വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. അപ്പൊ അവിടെ അത് ആ പാഷനും സ്നേഹവും അവിടെ വരണം എന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടു കൂടി, ആത്മാർത്ഥതയോടു കൂടി, ഒരു ഫുൾഫിൽമെന്റോട് കൂടി, തൃപ്തിയോട് കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. യു കനോട്ട് റിജക്ട് ഇറ്റ്. ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതിങ്ങനെയാണ്, അക്സെപ്റ്റ് ഇറ്റ്. ഐ ലവ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. കഷ്ടപ്പെട്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ട് ചെയ്യാം. ഏതാ വേണ്ടേ? ഒന്ന് കമന്റ് ചെയ്തേ. കഷ്ടപ്പെട്ട് ചെയ്യാം എന്നാണെന്നുണ്ടെങ്കിൽ K എന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ട് ചെയ്യാന്നാണെന്നുണ്ടെങ്കിൽ I എന്ന് ടൈപ്പ് ചെയ്തു. ഏതാ വേണ്ടേ? ഇഷ്ടപ്പെട്ട് ചെയ്യാം, ഒരു കഷ്ടപ്പെട്ട് ചെയ്യാം. ഏത് കാര്യമാണെങ്കിലും അല്ലെ, നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. വീഡിയോ ഓപ്പൺ ആക്കാൻ വയ്യ, അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ, കുളിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ടില്ല, ഒരു കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യണം, അതിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ, അതിനോട് എന്ന് വെച്ചാൽ ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു കമന്റ് ചെയ്യാൻ വയ്യ. ഒരു I എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു K എന്ന് ഒരു ലെറ്റർ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് വയ്യ. കാരണം ബിക്കോസ് പലരും മനുഷ്യർ കഷ്ടപ്പെട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. So stop doing that.
എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യും. സോ ഇഷ്ടപ്പെട്ട് അറ്റൻഡ് ചെയ്യും. വരൂ, എണീക്കൂ, കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, പ്രണയത്തോട് കൂടിയിട്ട്, താല്പര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. സോ ആ ഒരു സംഗതികൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ലൈഫ് ഒന്നുകൂടി എൻജോയബിൾ ആവും. ഇഷ്ടമാണ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഏറ്റവും. പ്രണയമാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ് ആനന്ദത്തിലേക്കുള്ള വഴി. അതെന്തിനോടുമുള്ള പ്രണയമാവാം. ജോലിയോടുള്ള പ്രണയം, ഭക്ഷണത്തോടുള്ള പ്രണയം, ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളോടുള്ള പ്രണയം. സോ ഇഷ്ടത്തോടെ ചെയ്യണം. അപ്പോൾ അതിന് സൗന്ദര്യം കൂടും, പിന്നെ ഭംഗി കൂടും. എന്തും ഇഷ്ടപ്പെട്ട് ചെയ്യൂ. ഇഷ്ടമാണ്. ഇഷ്ടമുള്ളിടത്തെ മധുരമുള്ളൂ, അല്ലെ? ഏതൊരു ജോലിയും ഏതൊരു അനുഭവവും മധുരമുള്ളതായി മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടെ മധുരമില്ല. മധുരമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഷുഗർ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. ഉള്ളിൽ ഷുഗർ ഇല്ലാത്തവർക്കാണ് ഷുഗറിന്റെ അസുഖം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇതെന്താ ഞാൻ പറയുന്നത് മനസ്സിലായോ? ഉള്ളിൽ ഷുഗർ ഇല്ലെങ്കിൽ, ഉള്ളിൽ മധുരമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്ട്രെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സ്ട്രെസ്സാണ് പലപ്പോഴും പല കൊളസ്ട്രോൾ ആവട്ടെ, BP ആവട്ടെ, ഷുഗർ ആവട്ടെ, മറ്റു പല അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങളാവട്ടെ, മനോജന്യ രോഗങ്ങൾ, ഇതെല്ലാത്തിനും കാരണം എന്താണ്? ജീവിതത്തിൽ ഒരു ഇഷ്ടത്തിന്. അപ്പൊ ഇഷ്ടത്തോടുകൂടി, അക്സെപ്റ്റൻസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. ഇഷ്ടത്തോട് കൂടിയിട്ട്, പ്രണയത്തോടു കൂടി ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളത് വെച്ചാൽ എന്താണ്? ഡെവലപ്പിംഗ് അവർ സെൽഫ്. നിങ്ങളുടെ ഓരോ കഴിവുകളെയും ഡെവലപ്പ് ചെയ്യാനൊരു ഇഷ്ടമുണ്ടാകും. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് ടു എക്സ്പ്രസ് അവർ ബെസ്റ്റ് സെൽഫ്. നമ്മളുടെ ബെസ്റ്റ് സെൽഫ് പുറത്തെടുക്കണം, എന്റെ ബെസ്റ്റ് സെൽഫ് പുറത്തെടുക്കണം എന്നുള്ള ഇഷ്ടമുണ്ടാകും. അതൊരു പ്രഷറായിട്ട് ഏറ്റെടുക്കരുത്. ഓ, എനിക്കത് ചെയ്യണം. നോ, ഇഷ്ടത്തോടു കൂടി ചെയ്യും. ആൻഡ് ലിവ് അറ്റ് ഫുള്ളസ്റ്റ് ലെവൽ. എന്നിട്ട് എന്ത് ചെയ്യുക? പരമാവധി ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക. സോ വാട്ട് ഈസ് എ മീനിങ് ഫുൾ ലൈഫ്? അപ്പൊ നമുക്ക് പർപ്പസ്ഫുൾ ലൈഫ്, ദെൻ സക്സസ്ഫുൾ ലൈഫ്. അത് ലൈഫ് മാസ്റ്ററിയിലൂടെയാണ്. ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്നത് നമ്മളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യലാണ്, നമ്മൾ ഇംപ്രൂവ് ചെയ്യലാണ്. ദെൻ അതിൽ നിന്നാണ് നമ്മൾ മീനിങ് ഫുൾ ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലിവിങ് അറ്റ് ബെസ്റ്റ് പോസിബിൾ ഡിവൈൻ ലൈഫ്. നന്മ നിറഞ്ഞ ഒരു ജീവിതം, ദൈവികമായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരു ഗുഡ് ലൈഫ് ജീവിതം ജീവിക്കുക. ബൈ യൂട്ടിലൈസിങ് ദ റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും, യൂണിവേഴ്സ് ഇവിടെ തന്നിരിക്കുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ്, നമ്മളുടെ അനുഭവ സമ്പത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ടാലന്റ്, ഇതെല്ലാം നമുക്ക് എന്താ വെച്ചാൽ പ്രപഞ്ച ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മുടെ ഉള്ളിലിട്ട് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഏറ്റവും നല്ല നന്മ നിറഞ്ഞൊരു ജീവിതം ജീവിക്കുക, മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുക. അതിൽ വരുന്ന കാര്യം എന്നാണെന്നത് റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉത്തരവാദിത്തങ്ങൾ ചെയ്തേ പറ്റൂ, ഒളിച്ചോടാൻ പറ്റില്ല. ആസ് എ ഫാദർ, ആസ് എ ബ്രദർ, ആസ് എ സിസ്റ്റർ, ആസ് എ ലൈഫ് പാർട്ട്ണർ, ഒരു ജീവിത പങ്കാളി എന്നുള്ള നിലയ്ക്ക്, അല്ലെ? ആസ് എ സൺ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ആസ് എ സോഷ്യൽ ബീയിങ്, ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള, അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ജീവിതത്തിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഡു ഇറ്റ് വിത്ത് ലവ്. സ്നേഹത്തോടു കൂടി ചെയ്യുക. അതിനെ അക്സെപ്റ്റ് ചെയ്യുക. യു കനോട്ട് റൺ അവേ ഫ്രം ദാറ്റ്. സോ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് അക്സെപ്റ്റ് യുവർ സിറ്റുവേഷൻ. നിങ്ങളുടെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് യുവർ ടാസ്ക്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഡു ഇറ്റ് വിത്ത് ലോട്ട് ഓഫ് ലവ്. അടുത്തത് എന്താണ്? ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് തന്നത്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്കില്ല്, നമ്മുടെ ടാലന്റ്. അത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു സ്കില്ല് തന്നിട്ടുണ്ട്. ആ സ്കില്ല് നിങ്ങൾ കണ്ടെത്തും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. എനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. എനിക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ഇഷ്ടത്തോടു കൂടി ചെയ്തേ പറ്റൂ. ഞാൻ ചെയ്യുന്നു. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എൻജോയ് ചെയ്യുന്നു. എനിക്ക് കഷ്ടപ്പെട്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ട് ചെയ്യാം, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ. പക്ഷെ അടുത്ത ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു സാധനം ക്രിയേറ്റിവിറ്റി. എന്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു ക്രിയേറ്റ് ആണ്. സൃഷ്ടിക്കാനുള്ള കഴിവാണ് എബിലിറ്റി ടു ക്രിയേറ്റ്. ആ ക്രിയേറ്റിവിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്
നിങ്ങളുടെ ലൈഫ് മീനിങ് ഫുൾ ആകുന്നു. എന്താണ് എബിലിറ്റി ടു ക്രിയേറ്റ്? അത് നിങ്ങൾ മനസ്സിലാക്കണം. എബിലിറ്റി ടു ക്രിയേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങളായിരിക്കലാണ്. നിങ്ങളായിട്ടിരിക്കലാണ് എബിലിറ്റി ടു ക്രിയേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിക്കാനുള്ള കഴിവ്. എബിലിറ്റി ടു ക്രിയേറ്റ്. എനിക്ക് ഇവിടെ സൃഷ്ടിക്കാനുള്ള കഴിവ് എന്താ? ഞാൻ ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു സാധനം എന്താണത്? പറയാൻ പറ്റുമോ? എന്റെ ക്രിയേറ്റിവിറ്റി എന്താ? എന്റെ ക്രിയേറ്റിവിറ്റി എന്താ? ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് മൈ ക്രിയേറ്റിവിറ്റി? അതായത് എന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ? സെലീന പറയുന്നു ആളുകളെ നല്ല മാർഗത്തിലേക്ക് നയിക്കുക. ഓക്കെ, ആളുകളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു സാർ. ആളുകളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കലാണ് എന്റെ ക്രിയേറ്റിവിറ്റി. ഓക്കെ, അതായത് എബിലിറ്റി ടു ക്രിയേറ്റ് എന്ന് പറയും, സൃഷ്ടിക്കാനുള്ള കഴിവ്. ഇപ്പൊ ഞാൻ എന്തായിരിക്കും ഇവിടെ സൃഷ്ടിക്കുന്നത്? അതെ, ചന്ദ്രൻ സാർ പറയുന്നു ലൈക്ക് ഞങ്ങളെ മെച്ചപ്പെടുത്തുക. ഇന്റിമസിക്ക് ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, ഇൻസ്പയർ. യെസ്, അഷ്റഫ് ഖ പറയുന്നു ഇൻസ്പയർ ചെയ്യും. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസിന്റെ ഭാഗമാണ്. അതായത് ഈ ലോകം കുറച്ചുകൂടെ സുന്ദരമായിട്ട് സൃഷ്ടിക്കാനുള്ള നമ്മുടെ കഴിവ്. ഞാനിവിടെ വന്നു, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു, ഞാൻ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയി, എൻ്റെ ജീവിതകാലം അവസാനിച്ചു, പോരാ. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് എന്താണോ, എനിക്കുള്ളിൽ തന്നിരിക്കുന്ന ഒരു കഴിവുണ്ടാവും. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കിവിടെ നന്മ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തെ കുറച്ചും കൂടെ സുന്ദരമാക്കാം. ചിലർക്ക് അത് പണം ഉണ്ടാക്കാനുള്ള കഴിവാണ്, അതാണ് അവരുടെ ക്രിയേറ്റിവിറ്റി. ആ പണം ഉണ്ടാക്കാനുള്ള കഴിവ് ഉപയോഗിച്ചിട്ട് അവർ പണം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? സമൂഹത്തിന് നന്മ ചെയ്യുന്നു. ആ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ മേഖലയിൽ അവർ നല്ല കഴിവുള്ളത് കൊണ്ട് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു, കൂടുതൽ ബിസിനസ്സുകൾ ചെയ്യുന്നു. ചിലവർ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് അവിടെ കുറെ ടീം ഉണ്ടാവും, ടീമിനെ ബിൽഡ് ചെയ്യുന്നു, ആ ടീമിനെ ട്രെയിൻ ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, കാര്യങ്ങൾ. അത് നിങ്ങളുടെ തൊഴിൽ മേഖലയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും, അത് നിങ്ങളുടെ വരുമാനത്തിനും കൂടി ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന, അപ്പൊ എന്റെ ക്രിയേറ്റിവിറ്റി, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്റെ കോൺട്രിബ്യൂഷൻ, നമ്മളുടെ സംഭാവന, ഈ ലോകത്തിനുള്ള സംഭാവന എന്താണ്? നമ്മൾ എന്ത് നന്മയാണ് ലോകത്തിന് കൊടുക്കുന്നത്? രാവിലെ എണീറ്റിട്ട് എല്ലാ ദിവസവും നിങ്ങളെ ഞാൻ ഇങ്ങനെ ക്ലാസ് നൽകുന്നതിലൂടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. എനിക്ക് വരുമാന മാർഗമാണ്, എൻ്റെ തൊഴിലാണ്. പക്ഷേ അതിലൂടെ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നു, നിങ്ങളിൽ ഒരുപാട് പേരുടെ ലൈഫ് മാറി മറിയുന്നു. നിങ്ങൾ സന്തോഷവാന്മാരാകുന്നു, നിങ്ങൾ ഹാപ്പി ആകുന്നു, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുന്നു, നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു, നിങ്ങൾ ഒരുപാട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു ആയിരക്കണക്കിന് ആൾക്കാർ, പതിനായിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരെ എനിക്ക് സൃഷ്ടിക്കാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിലൂടെ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ, ഈ ക്ലാസ്സുകൾ ഡെയിലി കൊടുക്കുന്നതിലൂടെ ഞാനിത് ചെയ്യുമ്പോൾ ഐ എം ക്രിയേറ്റിംഗ് എ ബെറ്റർ വേൾഡ്. വേറെ ഒരു നല്ല ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താണ് സംഭാവന ചെയ്യാൻ പറ്റുക? അതിനായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഒരു കഴിവുണ്ട്. ഇത് സൃഷ്ടിക്കാനുള്ള കഴിവ്, ഈ ഒരു ലോകം കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള ഈ ഒരു കഴിവ്, ആ കഴിവിനെ ഞാൻ വേസ്റ്റ് ആക്കാൻ പാടില്ല, അത് ഞാൻ ചെയ്യുന്നു. അപ്പൊ അത് എൻ്റെ ലൈഫ് എന്താകും? കുറച്ചുകൂടെ അർത്ഥവത്താകും, കുറച്ചുകൂടെ സന്തോഷമുള്ളതാകും, കുറച്ചുകൂടെ പർപ്പസ്ഫുൾ ആകും. ഈ യാത്ര ഞാൻ തുടർന്നുകൊണ്ടിരിക്കണം. നിങ്ങളുടേതും ഇതേപോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് അവിടെയാണ് നമ്മൾ എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതുണ്ട്, അത് പലർക്കും യുണീക്കാണ്. ഈ തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എങ്കിൽ പോലും നിങ്ങളുടെ സ്കിൽ ഉണ്ടാവും. അത് ചിലപ്പം നിങ്ങൾക്കൊരു ഹോബിയായിട്ട്, ഒരു പാഷനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. അത് നിങ്ങൾ കണ്ടെത്തുക, ഇഷ്ടത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന, കൂടുതൽ എത്ര ചെയ്താലും മടുപ്പ് വരാത്ത, അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കാം. അതിനെയാണ് പറയുന്നത് വെച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ, അതാണ് ബീയിങ് യുവർ സെൽഫ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൂടെയാണ്? നിങ്ങൾ നിങ്ങളായിരിക്കലാണ്. എന്താണ് അങ്ങനെ? നിങ്ങൾ പ്രചോദിതനായിട്ടിരിക്കുക, നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുക. ഞാനെന്ന് പറയുന്ന വ്യക്തി, എന്റെ സോള്, എന്റെ ആത്മാവ് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ. This is what I am.
എനിക്ക് പോരായ്മകൾ ഉണ്ടാവാം, സംഗതികളൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ നന്മയുള്ള, ലോകത്തിന് ഉപകാരപ്പെടുന്ന, എൻ്റെ ഉള്ളിലുള്ള സ്നേഹ ഒരു നന്മയുടെ അംശം ഉണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വശമുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിലെ ആ നല്ല ഞാൻ ഇതാണ്. നിങ്ങളുടേതും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, വളരെ എന്താ പറയാ, ആത്മാർത്ഥതയോട് കൂടി, ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യാൻ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിങ്ങൾ എന്താ വെച്ചാൽ യു ആർ ഇൻ എ ഇൻസ്പയർഡ് സ്റ്റേഷൻ. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ എക്സ്പ്രസ് യുവർ ബെസ്റ്റ് സെൽഫ്. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫ്, ഞാൻ പറയാം, എൻ്റെ ഏറ്റവും നല്ല ഞാൻ, ബെസ്റ്റ് സെൽഫ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. ഇവിടെ ആ അവസ്ഥയ്ക്ക് പറയുന്നവരാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ള അവസ്ഥ. ഞാൻ പ്രചോദിതനായിട്ടുള്ള അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ കണ്ട് മറ്റുള്ളവരും ഇൻസ്പയർഡ് ആകും, ഞാനും ഇൻസ്പയർഡ് ആണ്, പ്രചോദിതനാണ്. പ്രചോദിതനായിട്ടുള്ള ആളുടെ അവസ്ഥ എന്താണ്? ഇൻസ്പയർഡ് ആണ്. എന്തിനും ഇൻസ്പയർഡ് ആവുന്നത്? ടു സെർവ് അതേഴ്സ്, മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രചോദിതനാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ, ഞാനായിട്ടിരിക്കുന്നു, എൻ്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരും ഇൻസ്പയർഡ് ആവും, അവരും പ്രചോദിതരാകും. അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ. സോ ഇതിനെ പറയുന്ന പേരാണ്. അപ്പൊ ആ അവസ്ഥയൊക്കെ പറയുന്നതാണ് ബി ഇൻസ്പയർഡ്. നിങ്ങൾ പ്രചോദിതനായിട്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ആ വേർഡ് വന്നിരിക്കുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഇൻ സ്പിരിറ്റ്, ആത്മാവിലായിരിക്കുക, നിങ്ങളിലായിരിക്കുക. സോ ഇൻസ്പയർഡ്, ഇൻ സ്പിരിറ്റ്. ബി ഇൻ യുവർ സ്പിരിറ്റ് എന്ന് പറയുന്ന അർത്ഥമാണ്. ബി ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ ബി ഇൻ യുവർ സ്പിരിറ്റ്. നിങ്ങളിലായിരിക്കുക, നിങ്ങളായിരിക്കുക, നിങ്ങളുടെ ഏറ്റവും നല്ല മികച്ച വേർഷനിലായിരിക്കുക. ആ മികച്ച വേർഷനിലായിരിക്കൽ എന്താണ്? നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. അപ്പൊ എൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിലാണ് ഐ ആം ഇൻസ്പയർഡ്, ഐ എം ഇൻ മൈ സ്പിരിറ്റ് നൗ. അതാണ് നമ്മുടെ. അപ്പൊ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ തൊഴിൽ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ പ്രവർത്തിക്കലാണ്. അപ്പൊ തൊഴിൽ മേഖല നമുക്ക് ഇഷ്ടമുള്ള മേഖലയും. ഓരോരുത്തർക്കും ഓരോ ആത്മീയതയാണ്. എം എ യൂസഫ് അലി സാഹിബിന്റെ ആത്മീയത എന്താണ്? ആത്മീയത എന്ന് പറയുന്നത് പള്ളിയിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ നമസ്കരിക്കുന്നതോ കാര്യങ്ങളല്ല. അതൊക്കെ ആത്മീയതയിലേക്ക് നയിക്കുന്ന വഴികളാണ്. അതായത് നമ്മൾ ആത്മീയപരമായിട്ട് നമ്മുടെ ആത്മീയതയായിട്ടുള്ള കാര്യം എന്താണോ ആ കാര്യം മികച്ച രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ടൂളുകളാണ് ഈ പ്രാർത്ഥനയും സംഗതികളും കാര്യങ്ങളെല്ലാം. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രവൃത്തി എന്താണ്. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് വളരെ പ്രചോദിതനായിട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഫീൽ ചെയ്യുന്ന, ഒരു പണം പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന, എത്ര ചെയ്താലും മതി വരാത്ത ആ ഒരു ജോലി, ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെടലാണ് നിങ്ങളുടെ ആത്മീയത. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മറക്കുന്നു, നിങ്ങൾ സെൽഫിനെ മറക്കുന്നു, സെൽഫ്ലെസ് ആകുന്നു. നിങ്ങൾ സെർവിങ് മോഡിലാണ്, സെൽഫിഷ് മോഡിലല്ല. രണ്ട് മോഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും. സെൽഫിഷ് മോഡ്, അതേപോലെ സെർവിങ് മോഡ്. സെർവിങ് മോഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡ്. സോ ആ മോഡിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി, മൈൻഡ്, ഇമോഷൻസ്, ഇതെല്ലാം സോൾ, ഇതെല്ലാം നിങ്ങൾ എന്താണ്? കണക്റ്റഡ്, അലൈൻഡ് ആണ്. മനസ്സിലാവും? നിങ്ങളുടെ ശരീരമായിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, സോൾ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആ മൂന്ന് പാർട്ടുണ്ട്. നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ മനസ്സുണ്ട്, നമ്മുടെ വികാരങ്ങളുണ്ട്, നമ്മുടെ സോൾ ഉണ്ട്. ആ സോളിന്റെ ഒരു അവസ്ഥ, അതാണ് സോൾ എന്ന് പറയുന്നത്. ലൈക്ക് ആത്മാവ്, ആത്മീയത കേട്ടിട്ടില്ലേ? ആത്മാവിലേക്ക് നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് അടുക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് എന്താ വെച്ചാൽ അതിനാണ് പറയുന്നത്. നമ്മളപ്പോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ പർപ്പസ് എന്താണ്? പർപ്പസ്ഫുൾ ലൈഫ് എന്ന് പറയും ടു ക്രിയേറ്റ് ബൈ യൂസിങ് ദ ക്രിയേറ്റിവിറ്റി. സൃഷ്ടിക്കാനാണ്. നമ്മളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട്, അതൊരു ഇന്റലിജൻസ് ആണ്, ബുദ്ധിയാണ്. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണ്, അല്ലെ? ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നല്ല എഞ്ചിനീയറിംഗ് ബുദ്ധിയായിരിക്കും. ചില ആൾക്കാർ അവരപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? പാലങ്ങൾ സൃഷ്ടിക്കും, റോഡുകൾ സൃഷ്ടിക്കും, വലിയ ബിൽഡിങ്ങുകൾ സൃഷ്ടിക്കും. അവരുടെ കോൺട്രിബ്യൂഷൻ ഈ ലോകത്ത് അതാണ്. ചിലർ നല്ല അധ്യാപകരാണ്, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് അധ്യാപന ബുദ്ധിയാണ്, പഠിപ്പിക്കാനുള്ള സ്കില്ലാണ്. ചിലവരുടെ അപ്പൊ അവർ ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ സൃഷ്ടിക്കും. ചിലർ നല്ല ബിസിനസ് ചെയ്യാൻ ബിസിനസ് ബുദ്ധിയുള്ളവരാണ്. ഓക്കെ, പല തരത്തിലുള്ള ബുദ്ധിയും സ്കില്ലും ഉള്ളവർ. ചിലർക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതിയാണ് നിങ്ങളുടെ ബുദ്ധി.
നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്ന ആ സാധനമാണ് നിങ്ങളുടെ ബുദ്ധി. അത് ഓരോരുത്തർക്കും ഉണ്ട് ചില കാര്യങ്ങൾ. അപ്പൊ ചിലർക്ക് ക്രിക്കറ്റ് കളിക്കുന്നത്, വിരാട് കോഹ്ലിന്റെ എന്താ പറയാ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ക്രിക്കറ്റ് കളിക്കുക എന്നുള്ള. സച്ചിൻ ടെണ്ടുൽക്കർ അതാണ്. അത് തന്നെയാണ് അവരുടെ ആത്മീയതയും. അതിലവർ മികച്ചതാവുക. അപ്പൊ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന സംഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മികച്ച അതിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആവുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ഏറ്റവും മികച്ച രീതിയിൽ. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ആ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് യു ആർ ക്രിയേറ്റിംഗ് സംതിങ്. നിങ്ങൾ ഒരു ബെറ്റർ ആയ ഒരു സംഗതി എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്ന് വെച്ചാൽ പർപ്പസ്. സോ അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ക്രിയേറ്റ്, സൃഷ്ടിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി, എബിലിറ്റി ടു ക്രിയേറ്റ്, സൃഷ്ടിക്കാനുള്ള കഴിവ്. എന്താണ്? ഈ ലോകത്ത് ഇല്ലാത്ത ഒന്നിനൊന്ന് സൃഷ്ടിക്കണം, ബെറ്റർ ആയി കൊണ്ടുവരാൻ. അപ്പൊ നമ്മൾ എന്താണ് ആക്ച്വലി? വി ആർ വൺ. നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് ഹയർ പവറിൽ നിന്നാണ്. അപ്പൊ ഒരു പിസ്സയിലെ ഒരു ഇതുപോലെയാണ്, ഒരു പീസ് പോലെയാണ്. നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് കണക്റ്റഡ് ആവും. ഒരു വലിയ പിസ്സയുടെ പീസ് പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത പോലെയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗുണമുണ്ട്. നമുക്ക് നമ്മളിൽ എന്തുണ്ട്? ഒരു സൃഷ്ടിപ്പിന്റെ ഗുണമുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഗുണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നമ്മളിലേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് അപാരമാണ്, അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാണ്. നമ്മളിലും എന്തുണ്ട്? ആ ക്വാളിറ്റി ഉണ്ട്, സൃഷ്ടിപ്പിന്റെ ഒരു ക്വാളിറ്റി നമ്മളിലുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റുക? ഈ ലോകത്തെ ബെറ്റർ ആക്കാൻ പറ്റും നമ്മളുടെ ജോലി ചെയ്യുന്നതിലൂടെയാണ്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സ്കിൽ, ആ ഒരു ബുദ്ധി ഉപയോഗിക്കുന്നതിലൂടെയാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എന്തും ആകാം, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ കാര്യങ്ങൾ, അങ്ങനെ വലുത് ചെറുത് അങ്ങനെയൊന്നുമില്ല, എന്തും ചെയ്യാം. സോ ദ ട്രൂ സ്പിരിച്വാലിറ്റി ഈസ് സ്പിരിച്വാലിറ്റി ആൻഡ് റിച്വൽസ് ടു സ്പിരിച്വാലിറ്റി. അതായത് ട്രൂ സ്പിരിച്വാലിറ്റി എന്താണ്? യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ മേഖലയിൽ സറണ്ടർ ചെയ്യലാണ്. ഈഗോ ഇല്ലാതെ സറണ്ടർ ചെയ്ത് വർക്ക് ചെയ്യും. സ്പിരിച്വാലിറ്റി ഉണ്ട്, റിച്വൽസ് സ്പിരിച്വാലിറ്റി ഉണ്ട്. പള്ളിയിൽ പോകലും പ്രാർത്ഥിക്കലും സ്പിരിച്വാലിറ്റിയിലേക്കുള്ള, അതിലേക്ക് നമ്മൾ കൂടുതൽ ഉഷാറാവാനോ ആത്മീയതയിൽ നമ്മൾ കൂടുതൽ ഉഷാറാവാനുള്ള ആചാരങ്ങളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, സംഗതികൾ, അതിലേക്കുള്ള വഴികളാണ്. അത് ചെയ്യേണ്ടതല്ല, അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം അപ്പോഴാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി പ്യുവർ ആവുള്ളൂ. ആത്മീയത നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങളാണ് അത്. യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ ജോലിയാണ്. അതിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത, അതിൽ നമ്മൾ കാണിക്കുന്ന സ്നേഹം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികളിലാണ്, നമ്മൾ ജീവിക്കുന്നതിലാണ്, അതിലുള്ള നമ്മുടെ. അപ്പൊ അതാണ് സ്പിരിച്വാലിറ്റി. അത് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള വഴികളാണ്, അതിലേക്കുള്ള ടൂളുകളാണ്. ആ സ്പിരിച്വാലിറ്റി ബെറ്റർ ആവാനും ഉഷാറാവാനും, നമ്മൾ നേരായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാനും, അതിലേക്ക് വേണ്ട മൈൻഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ആണെന്ന് വെച്ചാൽ റിച്വൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. പല ആൾക്കാരും സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവത്തിലേക്ക് അങ്ങ് പോകലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ, അതായത് മതപരമായ കാര്യങ്ങൾ, സംഗതികൾ, പ്രാക്ടീസ്, അതുമായിട്ട് അങ്ങനെ പോകലാണ് സ്പിരിച്വാലിറ്റി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയാൻ വേണ്ടിയിട്ട്, മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും? സറണ്ടർ. എന്നിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ റിച്വൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ആ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. അതെന്തിനാണ്? നമ്മൾ ഈഗോ ഇല്ലാതിരിക്കാനാണ്. ഒരു ഹയർ പവറിന്റെ മുൻപിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈഗോ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഈഗോ ഇല്ലാതെ വളരെ വിനയത്തോടു കൂടി നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും? സൃഷ്ടിക്കാനുള്ള കഴിവും, നമ്മുടെ കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോട്, ഉത്തരവാദിത്തങ്ങളോട് വളരെയധികം വലിയ റെസ്പെക്റ്റും വാല്യൂ നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുന്നത്, പരാജയങ്ങൾ ഉണ്ടാവുന്നത് നമ്മളുടെ ഈഗോ ഇടപെടുമ്പോഴാണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈഗോ ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? അത് വഷളാവും. എങ്ങനെയാ? നമ്മൾ ഇൻസെക്യൂർഡ് ആയിപ്പോ, നമ്മൾ സെൽഫിഷ് ആയിപ്പോ, നമ്മുടെ ഇൻസെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ട്രോമ ട്രിഗർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്ഷൻ കട്ടായി, ട്രോമ ട്രിഗർ ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ട്രോമ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റിയിലേക്ക് വരും, ഫിയറിലേക്ക് വരും. അപ്പൊ നമ്മളൊന്നുമല്ല, ഞാനൊന്നുമല്ല, എല്ലാ കഴിവുകളും എനിക്ക് തന്നിട്ടുണ്ട്, എന്നാൽ ഇതെല്ലാ കഴിവുകളും എനിക്ക് നൽകപ്പെട്ടതാണ്, ഇതെല്ലാം എന്റെ കഴിവാണെന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കുകയോ കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം നമ്മുടെ കഴിവ് തന്നെയാണ്, നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ്, ഇതെല്ലാം നമ്മുടേത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ അതിൽ നമ്മൾ വലിയ എന്തോ ഒരു ഞാൻ എന്റെ എന്ന ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് പോവുകയാണ്, നമ്മൾ ചെറുതാവുകയാണ് ചെയ്യുന്നത്. സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാ കഴിവുകളിലും എനിക്കുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാനുള്ള കഴിവ്, റിസോഴ്സ് എനിക്കുണ്ട്, പക്ഷേ ഇതെല്ലാം എനിക്ക് ഗിവൺ ആണ്, നൽകപ്പെട്ടതാണ്, താങ്ക് യു സോ മച്ച് എന്ന് പറയാനുള്ള ഒരു വലിയ മനസ്സ്, വിശാലമായ മനസ്സ്, ഒരു വിനയമുള്ള മനസ്സ്, അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പിന്നെ ടെൻഷനില്ല, നമുക്ക് പിന്നെ സമാധാനമാണുള്ളത്. ഇതിന്റെ ഈ ഒരു ഭാരം താങ്ങി നടക്കണ്ടല്ലോ, ഞാൻ ചെയ്തില്ല, ഞാനാണ് തെറ്റുകാരൻ, ഞാൻ ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ഇതിന് ഒരു വലിയൊരു ഭാരം നമ്മളിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മൾ ഫ്രീ ആകും, നമുക്ക് കൂടുതൽ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, ഈഗോ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ അതിന് പറയുന്നവരാണ് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യുമ്പോഴാണ് അപ്പൊ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ എല്ലാ പ്രാർത്ഥനകളിലും അല്ലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, കിടന്നുകൊണ്ട്. അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെ കൈകൂപ്പിയിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നതാണ് അല്ലെ മുട്ടുകുത്തി. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം മുട്ടുകുത്തി സുജൂദിൽ പോകുന്നത് കാണാം. അപ്പൊ അവിടെയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കറിയാം ആചാരങ്ങൾ ഉദ്ദേശിച്ചാൽ ഈഗോ ലെറ്റ് ഗോ ചെയ്യാണ്. ഞാൻ ഒന്നുമല്ല, ഞാൻ കൈകൂപ്പി, ഞാൻ കാൽക്കൽ വീണിരിക്കുന്നു, ആ ശക്തിയുടെ മുന്നിൽ. അപ്പം അവിടെ നമ്മൾ ഈഗോ സറണ്ടർ ചെയ്തിട്ട് നമ്മളെ ഫ്രീ ആക്കും, നമ്മളങ്ങ് ഫ്രീ ആക്കുക. അതിന്റെ ഭാരം നമ്മൾ താങ്ങേണ്ട ആവശ്യമില്ല, മനസ്സിലാവുണ്ടോ? ആ ഭാരം ഫ്രീ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഭാരമൊക്കെ ഇറക്കി വെക്കും, അതെല്ലാം വേറൊരാൾക്ക് വിട്ടുകൊടുക്കും. ഇറ്റ്സ് യുവേഴ്സ്, യു ടേക്ക് ഇറ്റ്, യു ഗിവ് ഇറ്റ് ടു മീ, യു ടേക്ക് ഇറ്റ്, യു പ്ലീസ് ഗൈഡ് മീ ആൻഡ് ഹെൽപ്പ് മീ. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രപഞ്ചനാഥൻ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഭരമേൽപ്പിക്കാതെ പറയും. അപ്പൊ ലൈഫ് വല്ലാത്തൊരു ആശ്വാസമാണ്, വല്ലാത്തൊരു ഫ്രീയാണ്, ഹാപ്പിയാണ്, സ്ട്രെസ് കുറവായിരിക്കും ഇവർക്ക്. അങ്ങനെ ജീവിച്ചിട്ട് എന്നിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകാനുള്ള ഒരു മനസ്സും വിശാലതയൊക്കെ നമുക്ക് ഉണ്ടാവുകയും ആ പ്യൂരിറ്റിയോട് കൂടിയിട്ട് നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ വല്ലാത്ത ഹാപ്പി ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന മീനിങ് ആയിട്ടുള്ള ലൈഫ്. അതാണ് അടുത്തതെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്. അവിടെ പോയിട്ട് ഗ്രാറ്റിറ്റ്യൂഡും പറയും, നന്ദി പറയും. ഓരോ പ്രാർത്ഥനയും നന്ദി പറച്ചിലാണ്, അവസരമാണ്. നിങ്ങൾ നമസ്കരിക്കായിക്കോട്ടെ, അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കായിട്ട്, നിങ്ങളുടെ ഏത് വിശ്വാസപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് യുവർ ഹയർ പവർ. നിങ്ങളുടെ യൂണിവേഴ്സൽ പവറിനെ, ആ ഹയർ പവറിനെ, ആ ലോഡിനെ, ആ ഗോഡിനെ, ആ ദൈവത്തെ നിങ്ങൾ മീറ്റ് ചെയ്തു, നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ അവിടെ പറഞ്ഞിട്ട് പറയുന്നു താങ്ക് യു സോ മച്ച്. എന്നിട്ട് മനസ്സറിഞ്ഞു വെച്ചാൽ പ്രാർത്ഥന നടത്തുകയാണ്, അവിടെ പ്രാർത്ഥിക്കുകയാണ്, മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, പ്യൂരിറ്റിയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ന് വെച്ചാൽ പറയാം. അവിടെ എന്താ വെച്ചാൽ ആ പ്രാർത്ഥനയിൽ എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡാണ്, സന്തോഷം പറയലാണ്, നന്ദി പറയലാണ്. അത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു നോക്കി. അവസരം നിങ്ങളുടെ വിശ്വാസപ്രകാരം 5 പ്രാവശ്യം നിർബന്ധമായിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു. റൈറ്റ്? നിങ്ങളുടെ വിശ്വാസപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് പോയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ഇല്ലേ? അത് ഞായറാഴ്ചയാവാം, ഇല്ലേ? അതല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും അവസരമുണ്ട്, ഓപ്പർച്യൂണിറ്റി. എല്ലാ ദിവസവും നിങ്ങൾ ഇരുന്നിട്ട് അപ്പം ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹംബിളായി നിന്നുകൊണ്ട് അറ്റ് ദ സെയിം ടൈം നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു മീനിങ് ഫുൾ ലൈഫ് നയിക്കുക എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുക, അത് നമ്മൾ പറഞ്ഞു. അടുത്തത് അതാണ് ലവ്, സ്നേഹം, ആൻഡ് ഓൾ അതർ വെർച്യൂസ്, നല്ല ഗുണങ്ങളെല്ലാം കൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു ജീവിതം, സ്നേഹത്തിന്റെ, അതിനെന്താ ഉപയോഗിക്കേണ്ടത്? ഈ ക്രിയേറ്റിവിറ്റിയും ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് കൊടുക്കണം. ദാറ്റ് ഇസ് കോൾഡ് ലവ്, കമ്പാഷൻ. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, സാരമില്ലെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ശരിയായിക്കോളും. ആ ഒരു വിശ്വാസം ഉണ്ടാവുക, ഇറ്റ്സ് ഓക്കെ.
സ്നേഹത്തോടുകൂടി, ദയയോടുകൂടി, കരുണയോടുകൂടി, കമ്പാഷനോട് കൂടിയിട്ട് ജോലിയെയും ഉത്തരവാദിത്തങ്ങളെയും നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തികളെയും അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല ഗുണങ്ങളും ഡെവലപ്പ് ആകും. ഓൾ വെർച്യൂസ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് ധൈര്യത്തോടു കൂടി പുറത്തെടുത്ത് വളരെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള പോസിബിൾ ലൈഫ്. അതാണ് മീനിങ് ഫുൾ ലൈഫ്. ദാറ്റ് ഈസ് കോൾഡ് എ സക്സസ്ഫുൾ ലൈഫ്. അതാണ് നമ്മുടെ സക്സസ്ഫുൾ ലൈഫ്. അതാണ് ലൈഫ് മാസ്റ്റർ. അതാണ് എന്ത്? പർപ്പസ്ഫുൾ ലൈഫ്. ക്ലിയർ ആണോ? ഓക്കെ. പർപ്പസ് സക്സസ്ഫുൾ ലൈഫ് ഇതാണ്, അല്ലേ? മീനിങ് ഫുൾ ലൈഫിലൂടെ നമ്മൾ സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്തുന്നു. അത് ലൈഫ് മാസ്റ്ററിയിലേക്ക് എത്തുന്നു. ലൈഫ് മാസ്റ്ററി എത്തുമ്പോൾ സക്സസ്ഫുൾ ലൈഫ് ആവുന്നു. അപ്പോൾ അതെന്താകുന്നു? പർപ്പസ്ഫുൾ ലൈഫായി മാറും. യെസ് ഓർ നോ? യു ഗോട്ട് ഇറ്റ്? ഇതാണ് ഇന്നത്തെ വിഷയം. ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടോ? ഇതിനെന്ത് ചെയ്യണം? ട്രോമാസ് ഹീൽ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലും തടസ്സങ്ങളോ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പലപ്പോഴും ഇത് അത്ര എളുപ്പമല്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യും? പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്ന കാര്യം നമ്മുടെ ഇമോഷൻസ് ആണ്. ഇതിന് പ്രശ്നമാകുന്നത്. നമ്മുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ EFT എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഈ മാസം 20-ാം തീയതി, അതായത് ഇനി അല്ലേ, നാളെയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നത്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ജോയിൻ ചെയ്യണം. 30 days. ഇന്ന് പഠിത്ത സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വാസ് ഇറ്റ് ബ്യൂട്ടിഫുൾ? യെസ്. അപ്പൊ ഇതുപോലെ ഇതിലേറെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 30 days പ്രോഗ്രാം കൊണ്ടുപോകും. പ്രോഗ്രാമിലേക്ക് വരിക. ഇതിൽ ഇൻ ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു എന്താണ് EFT, എങ്ങനെ നിങ്ങൾക്ക് EFT ഉപയോഗിക്കാം, എന്താണ് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ഇമോഷൻസ് നമ്മളെങ്ങനെ സ്റ്റക്കായി പോയി, നമ്മുടെ അഡിക്ഷൻസ് ദേഷ്യത്തിൽ എങ്ങനെ നമ്മളായിപ്പോയി, നമ്മുടെ ട്രോമാസിനെ എങ്ങനെ ഹീൽ ചെയ്യും, എല്ലാ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വരും. സോ അതിനുള്ള അവസരമാണ് പ്രോഗ്രാമിലേക്ക് വരിക. കമൻ അറ്റൻഡ് ദ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? 30 days പ്രോഗ്രാം. അതിൽ 10 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാകും. ഈ ട്രെയിനിങ് കോച്ചിങ് കാര്യങ്ങളൊക്കെ നൽകുന്നതിന് പുറമെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഹീലറെ നമ്മൾ അസിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരും. ആ ഹീലർ നിങ്ങളുടെ ട്രോമാസ് ഓരോ ദിവസവും എടുത്ത് ഹീൽ ചെയ്യും. അത് ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാകും. നമ്മുടെ സ്പെഷ്യൽ എല്ലാ സ്റ്റുഡൻസും പങ്കെടുത്തിട്ടുള്ള, നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഹീലിംഗും കാര്യങ്ങളും നടക്കും. എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഫുൾഫിൽ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് ജേർണി. ഈ ജേർണി എന്ത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? എൻജോയ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, സഹകരണം പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ട്രോമാസ് ഹീൽ ചെയ്യാൻ ഏറ്റവും നല്ല ടൂളാണ്. ഓൾറെഡി നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം, പങ്കെടുക്കണം, അറിയണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, ഇവർക്കൊക്കെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, നമ്മുടെ മോർണിംഗ് ക്ലാസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുക. എനിവേ, ഇന്നത്തെ ഒരു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഹവാസ് സെഷൻ നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഏറ്റവും നല്ല പോയിന്റ്, 1-2 ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇന്നത്തെ എനിക്ക്, ഞാൻ അഷ്റഫാണ്. ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ യൂണിവേഴ്സൽ പവറുമായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആവുക എന്നുള്ളത്, അത് നല്ലൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇൻസ്പിറേഷൻ റഷീദ് ക പറയുന്നു. ലൈക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ റഷീദ് ക? ഇൻസ്പിറേഷൻ ഇസ് ഈക്വൽ ടു ബി ഇൻ യുവർ സ്പിരിറ്റ്, അല്ലേ? യെസ് സർ, സാറ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. സ്പിരിറ്റിലേക്ക് എത്തുക എന്നുള്ളതിനാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യം ഉദ്ദേശിച്ചത്. സോ ബി ഇൻ യുവർ സ്പിരിറ്റ്. സ്പിരിറ്റിലേക്ക് കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ വന്നത് അവിടെ നിന്നാണ്, നമ്മൾ അവിടേത്തതാണ്, അവിടെ അതിന്റെ ഭാഗമാണ് നമ്മൾ. ഇതിനെ കാണുന്ന നമുക്ക് സ്റ്റേ ഇൻ കണക്ട്. അത് നമ്മള് ഒരു അഫർമേഷൻസ് പറയാറുണ്ട്. നമ്മളിപ്പം ചില ഏത് സംഗതി നമുക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ പറയേണ്ട ഒരു വേർഡായിട്ടാണ് ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ പറയുന്നത്. വി ബിലോങ്സ് ടു ദാറ്റ് സ്പിരിറ്റ്
and we are returning to that spirit എന്നുള്ളത് അതൊരു അഫർമേഷൻ ആണ്. എന്ത് സംഗതി നമുക്ക് ഉണ്ടായാലും അതിനകത്ത് നമ്മൾ അഫേം ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. പലരും ഈ വാക്കിനെ ഒരു എക്സ്ക്ലമേഷൻ പോലെയൊക്കെയാണ് പറയാറുള്ളത്. അതിന്റെ ടോണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്പിരിറ്റിനെ അഫേം ചെയ്യുന്ന ഒരു വാക്കാണ്. എന്ത് മുസീബത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് പറയാവുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതായത് സ്പിരിച്വലി നമ്മൾ അലൈൻഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ, നമ്മളായിട്ട് നിൽക്കാൻ. നമ്മളായിട്ട് നിൽക്കുമ്പോൾ ഒരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ വേറൊരു അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്. ഏത്? ദ വേൾഡ് ബാങ്ക്, യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്, അതുമായിട്ട് കണക്റ്റഡ്. അവിടെ നമുക്ക് അൺലിമിറ്റഡ് പോസിബിലിറ്റി. അക്കൗണ്ട് ഇൻഫൈനൈറ്റ് ആണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വരുന്നത് അവിടെ നിന്നാണ്, നമ്മളുടെ സ്കില്ല് വരുന്നത് അവിടെ നിന്നാണ്. അതൊരിക്കലും നിലയ്ക്കില്ല. ഇറ്റ്സ് സോ ഹ്യൂജ്, സോ ഇൻസ്പയറിംഗ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ആൻഡ് കണക്ടിങ്. ഇന്ന് ഹീലിംഗ് സെഷൻ ഉണ്ട്. സെഷനിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ 7:30 ആകുമ്പോഴേക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സെഷൻ. ഹലോ സാർ, പറഞ്ഞോളൂ. എനിക്ക് ഇതുവരെയായിട്ട് ഹീലിംഗ് സെക്ഷൻ കിട്ടിയിട്ടില്ല. ഇതുവരെയായിട്ട് നമ്മൾ കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്താണ് ശരത് നമ്മുടെ മൈമുനത്ത് മാമിന്റെ ഹീലിംഗ് സെഷന് കിട്ടാത്തതിന്റെ പ്രശ്നം എന്താണ്? ലിങ്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതോ ജോയിൻ ചെയ്യാൻ കഴിയാത്തതാണോ? അല്ലല്ല, എനിക്ക് അതിന്റെ സെക്ഷൻ വന്നിട്ടില്ല. അപ്പൊ ലിങ്ക് ശരത്ത് ഒരു കാര്യം ചെയ്യും, മാമിന്റെ നമ്പർ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് അയച്ചു കൊടുക്കണം. ഇന്നത്തെ ഹീലിംഗ് സെഷന്റെ ലിങ്ക് കേട്ടോ. ഓക്കെ, ഒന്നത് പെട്ടെന്ന് തന്നെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. സീ യു ടുമോറോ. നാളെ വീണ്ടും കാണാം. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ചേഞ്ച് യുവർ ലൈഫ് ബൈ തിങ്കിങ് പോസിറ്റീവ്ലി, ഫീലിംഗ് പോസിറ്റീവ്ലി, ആക്ടിങ് പോസിറ്റീവ്ലി. താങ്ക് യു. താങ്ക് യു സർ. Thank you so much.